പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മൾ കേൾക്കുകയായിരുന്നു യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ. യേശു ഇന്ന് ജീവിക്കുന്ന സത്യദൈവമാണെന്ന് അന്ധവിശ്വാസത്തിലും സത്യക ദൈവത്തെ തിരിച്ചറിയാത്ത അനേകരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ദൈവം അത്ഭുതകരമായിട്ട് ഉയർത്തിയൊരു ജീവിതം. ഈ ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു, മനസ്സിലാക്കിയായിരുന്നു. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ മരുഭൂമി അനുഭവത്തിൽ ചേർത്ത് പിടിക്കുന്നവളാണ്. ആ മരുഭൂമി അനുഭവത്തിൽ ഒരുക്കപ്പെടുന്ന രാജവീതി ജീവിക്കുന്ന ദൈവത്തിൻ്റെ കടന്നുവരവിനുള്ള വഴികളാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയായിരുന്നു. വലതുകരമെഴുത്തി നമുക്ക് കർത്താവിനൊന്ന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. എഴുന്നേറ്റൊന്ന് പാടാമോ? തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ കരങ്ങളൊന്നടിച്ച്. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ചേർന്ന് പാടാം. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മൾ കേൾക്കുക അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവം, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നൊരു ദൈവം. ഹബക്കൂക്ക് പ്രവചകന്റെ പ്രവചന ഗ്രന്ഥം 1-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി ഇതാ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. എന്താണ് ദൈവം പറയുക? ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാകുവിൻ, ആശ്ചര്യപ്പെടുവിൻ, അതിശയപ്പെടുവിൻ. കാരണം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഇതാ നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഈ ശുശ്രൂഷയിൽ അതീവ ജാഗ്രതയോടെ ശ്രദ്ധാപൂർവം നമ്മളായിരിക്കണം. ഓരോ നിമിഷവും പറഞ്ഞാൽ മറ്റുള്ളവർക്കോ കുടുംബാംഗങ്ങൾക്കോ ലോകത്തിനോ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വാരി വിതറിക്കൊണ്ട് ജീവിക്കുന്ന യേശു ഈ ആലയത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അത്ഭുതത്തിൻ്റെ രാത്രിയോർത്ത് വലതുകരത്ത് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടേക്ക് വന്ന ഒരു കത്ത് നമ്മൾ വീണ്ടും വായിക്കുകയാണ്. മറിയാമ്മ തോമസ് എന്ന സഹോദരി പാലായിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുക. കർത്താവെ, മരുന്നോ ലേപനൌഷധമല്ലല്ലോ എല്ലാവരെയും സുഖപ്പെടുത്തുന്നത്, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12. ഞാൻ സ്ഥിരമായി നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന ആളാണ്. സാക്ഷ്യപ്പെടുത്താൻ താമസിച്ചതിൽ ക്ഷമാപണം നടത്തുന്നു. എൻ്റെ ഭർത്താവിന് ഷുഗർ കൂടി കുടലിൻ്റെ പ്രവർത്തനം നിന്നുപോയിരുന്നു. വർഷങ്ങളോളം മരുന്നെല്ലാം മാറി മാറി കഴിച്ചു. പല സമയത്തും പല ഡോക്ടർമാരെയും മാറി മാറി കണ്ടിരുന്നു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. ഷുഗർ കൂടി കുടലിൻ്റെ പ്രവർത്തനം നിലച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് പ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു. ആ സമയമെല്ലാം നൈറ്റ് വിജിൽ ഞാൻ TV-യുടെ മുമ്പിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു സൗഖ്യത്തിനായി. ഒരുപക്ഷെ ഇന്ന് ശാലോമിലേക്ക് നൈറ്റ് വിജില് അവരുടെ നിയോഗം അറിയിക്കുവാൻ പറ്റാത്ത വ്യക്തികളുണ്ടോ, കുടുംബങ്ങളുണ്ടോ? ഈ സഹോദരിയുടെ സാക്ഷ്യം ഈ രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സഹോദരി എന്താ ചെയ്തത്? അവൾ ആ നിയോഗം എഴുതി
ഷാലോൺ ടെലിവിഷന്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ വചനം കടന്നു വരുമ്പോൾ, അവൻ്റെ മുഖം തെളിഞ്ഞു കാണുമ്പോൾ, ദിവികാരുണ്യത്തിൻ്റെ പ്രഭ മിന്നലൊളി ആ സ്ക്രീനിൽ നിറയുമ്പോൾ, ആ സ്ക്രീനിൻ്റെ അടിയിൽ ഈ സഹോദരിയുടെ കണ്ണുനീരെ കുതിർന്ന ഏതാനും വരികളുണ്ട്. എൻ്റെ ഈശോയെ, എൻ്റെ ഭർത്താവിൻ്റെ കുടലിൻ്റെ പ്രവർത്തനം നിന്നിരിക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ശാരീരിക ക്ഷീണമാണ്, രോഗം കൊണ്ട് തളർന്നിരിക്കുന്നു. മാത്രമല്ല ആ സഹോദരി ഇങ്ങനെ കൂടി എഴുതുന്നുണ്ട്, ആ നിയോഗം എഴുതി വെക്കുമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഇപ്പോൾ 9 മാസത്തിലധികമായി കുടലിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലാണ്. മരുന്നുകളെല്ലാം നിർത്തി ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ചിലരൊക്കെ ഷുഗർ രോഗികളാണ്. തൊട്ടു മുമ്പ് സനൽ ബ്രദറിലൂടെ നമ്മൾ കേട്ടു, പ്രമേഹം കർത്താവിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ട് എടുത്തു നീക്കി. ആ ദൈവം എന്നും ജീവിക്കുന്നു, ആ ദൈവം എന്നും ജീവിക്കുന്നു, ആ ദൈവം എന്നും ജീവിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അവന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് ചാടി എഴുന്നേൽക്കുക. ഇപ്പോൾ കുടുംബത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ജീവിക്കുന്ന ദൈവം ഒരു പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോകുന്നു. നിന്റെ വ്യക്തി ജീവിതത്തിൽ ഈ രാത്രി ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. അവന്റെ അത്ഭുതകരമായ ശക്തി നിന്റെ കുടുംബത്തിന്റെ മേൽ ഇറങ്ങാൻ പോകുന്നു. നിന്റെ പ്രിയപ്പെട്ടവർ രോഗാവസ്ഥയിലാണോ? കുഞ്ഞുങ്ങൾ രോഗാവസ്ഥയിലാണോ? മാതാപിതാക്കൾ രോഗാവസ്ഥയിലാണോ? നീ ക്യാൻസർ രോഗത്തിന് അടിമയാണോ? നിന്റെ തലച്ചോറ് ക്ഷയിച്ചു പോയിട്ടുണ്ടോ? നിന്റെ നട്ടല് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ? സന്ധിബന്ധങ്ങൾ തളർന്നു പോയോ? നീ ഒരു കിടപ്പ് രോഗിയാണോ? നീ മാനസികമായി തളർന്നു പോയ രോഗിയാണോ? മാറാ രോഗം നിന്റെ കുടുംബത്തെ വലിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ? ഈ രാത്രിയിൽ ഇതാ വിമോചകനായ കർത്താവ്, ഇതാ രക്ഷിക്കുന്ന ദൈവം, സർവശക്തനായവൻ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നു. രണ്ട് കരമുയർത്തി ദൈവജനം വിളിക്കുന്നു, യേശുവേ, യേശുവേ. ആരാധിക്കുന്നു. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക. അത്ഭുതങ്ങളുടെ തോരാമഴ നിന്റെ കുടുംബത്തെ സംഭവിക്കും. അനുഗ്രഹത്തിന്റെ മഴ നിന്റെ കുടുംബത്തെ കുതിർക്കും. രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈ രാത്രി സംഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കിടപ്പ് രോഗികൾ നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരിക്കുന്നവർ, ഐസിയുവിൽ കിടക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവശക്തി ഇറങ്ങി വരട്ടെ, യേശു ശക്തി കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാല 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 ഹാല. യേശുവേ, എൻ്റെ ഈശോയെ, സുഖപ്പെടുത്തുന്ന കർത്താവേ, ജീവൻ നൽകുന്ന ദൈവമേ, ജീവൻ നൽകുന്ന ദൈവമേ, മരണത്തിന്റെ തല തകർത്ത കർത്താവേ, സുഖപ്പെടുത്തുന്നവനെ, ആരാധന, ആരാധന. കരങ്ങളടിച്ച് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകും. എല്ലാവരും ചേർന്ന് പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ഇന്നെന്റെ കുടുംബത്തെ സംഭവിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കരം തണൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ ആരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ആരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ആമേൻ,
ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ ഈ രാത്രി കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റത്തിലേക്ക് കടന്നു വരുന്നപ്പോഴാണ് ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും അതിൻ്റെ ആന്തരിക തലങ്ങളിൽ മാറ്റമുളവാകുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോഴാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു, അത് അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. അഗ്നി പോലെ, അഗ്നി നമുക്കറിയാം കത്തിപ്പടരും. വല്ല കാട്ടുതീയാണെങ്കിൽ അവിടെ ഉണക്കയും പച്ചയും സകല വൃക്ഷങ്ങളെയും അഗ്നി വിഴുങ്ങും. ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് പ്രിയരെ നമ്മൾ ഹൃദയം തുറന്നാൽ ഈ വചനം നിന്നെ വിഴുങ്ങും, നിന്നെ വിഴുങ്ങും. അഗ്നി വന്ന് നിന്നെ വിഴുങ്ങും. അതുപോലെ എത്ര കഠിനമായ പ്രശ്നമോ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാ. ആ വചനം വന്നങ്ങ് അടിക്കുമ്പോൾ എല്ലാം ഇന്ന് ചിഹ്ന ഭിന്നമാകും, തടസ്സങ്ങൾ മാറും, കെട്ടുകൾ അഴിയും, നമ്മുടെ ജീവിതം വലിയ അനുഗ്രഹമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതീവ ഗൗരവതയോടെ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഓരോ വ്യക്തിയിലും കുടുംബത്തിലും സംഭവിക്കുകയാണല്ലോ എന്ന നല്ല ചിന്തയോടെ നമ്മൾ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ട സമയമാണ്. ഇന്ന് കർത്താവിൻ്റെ അത്ഭുത വചനമായി ദൈവം നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഫാദർ ജിൻഡോ തട്ടുപറമ്പിലാണ്. അച്ഛന് മണിമൂളിയിലുള്ള മാനന്തവാടി രൂപതയുടെ റീജിയണൽ പാസ്റ്റർ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ അച്ഛനെ ഈ വചനവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മനോഹരമായ ഈ സായം സന്ധ്യയിൽ യേശുവിൻ്റെ വചനം ശ്രവിക്കുവാനും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ല അനുഭവങ്ങളൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്തുതിച്ച് ഒരു ആത്മീയതയുടെ നിറവിലാണ് നമ്മൾ ഈ ആലയത്തിലായിരിക്കുക. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് യേശുവിൻ്റെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബരം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതും മബ്ജയും മാംസവും ഒക്കെ തുളഞ്ഞ് സന്ധിബന്ധങ്ങളെയൊക്കെ ഭേദിച്ച് നമ്മളെ പുതിയ രൂപത്തിലും ഭാവത്തിലുമാക്കുന്നതാണ് ദൈവ തിരുവചനമെന്ന് നമുക്കറിയാം. നമ്മൾ ശ്രവിച്ച വചനം നമ്മുടെ ഉള്ളിൽ പുതിയ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കട്ടെ. സ്വർഗത്തിൻ്റെ വചനം ഭൂമിയിൽ അമ്മയുടെ മേൽ അവതരിച്ചപ്പോൾ ഇന്ന് വരെ ഭൂമിക്ക് അസാധ്യമായത്
അമ്മയുടെ ജീവിതത്തിൽ സാധ്യമായ ചരിത്രം നമ്മൾ വായിച്ചു കേട്ടതാണ്. സ്വർഗത്തിൻ്റെ വചനം ആത്മാവിലൂടെ എന്നിൽ നിറയുമ്പോൾ ഞാനും ഭൂമിയിൽ അസാധ്യമെന്ന് തോന്നുന്ന സാധ്യമാക്കുന്ന ഒരു മനുഷ്യനായി രൂപപ്പെടുത്തുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനത്തിൻ്റെ ജ്ഞാനം നമ്മിലേക്ക് നിറയട്ടെ. ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് നിറയട്ടെ. ഈ പുതിയ വർഷത്തിൽ ഒരു പുതിയ മനുഷ്യനായി രൂപമെടുക്കുവാൻ, ലോകത്തിൽ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ദൈവമേ നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം തിരുവചനം. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നിറഞ്ഞാൽ നമ്മൾ ആനന്ദമുള്ളവരായി മാറുമെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ യെശയ്യാ പ്രവാചകന്റെ 11-ാം അധ്യായത്തിലെ 2-ാം തിരുവചനത്തെ നമുക്കൊരു പ്രാർത്ഥനയായി ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഞാൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ അഭിഷേകത്തിനായി ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവമേ, സ്വർഗം തുറന്ന് ഈ ആലയത്തിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വചനം ശ്രവിക്കുവാനും അത് ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പുതിയ ജീവിത ശൈലികളായി രൂപപ്പെടുത്തുവാനുമുള്ള ആത്മാവിന്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. ഹല 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 ഹല. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരുവാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പുത്തൻ വർഷത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഒത്തിരി പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. വീണ്ടും കോവിഡും ഒമിക്രോണും ഒക്കെ ഈ ലോകത്തിങ്ങനെ താണ്ഡവമാടുകയാണ്. നമ്മളെല്ലാവരും പറയാറുള്ളത് ഇതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമെന്നാണ്, അല്ലേ? നമ്മൾ പറയാറുള്ളത് എന്തൊരു പ്രതിസന്ധിയാണ് ജീവിതത്തിൽ. എവിടെ നോക്കിയാലും പ്രതിസന്ധിയുടെ ജീവിത ശൈലികളും കാലഘട്ടവുമാണ്. പക്ഷേ ഞാനെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധിയുടെ കാലഘട്ടമെന്നല്ല. ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് അതിജീവനത്തിൻ്റെ കാലഘട്ടമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് പറയേണ്ടത്? അതിജീവനത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം ക്രിസ്തു മക്കളാണ് നമ്മളെല്ലാവരും, ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. എങ്കിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക, ക്രിസ്ത്യാനി നിരാശയുടെ മകനല്ല. ആരുടെ മകനാണ്? പ്രത്യാശയുടെ മകനാണ്. ക്രിസ്ത്യാനി ആരുടെ മകനാണ്? പ്രത്യാശയുടെ മകനാണ്. കാരണം നിരാശയ്ക്ക് അവിടെ വകയില്ല. കാരണം 3-ാം ദിവസം ഉദ്ധിതനായ ക്രിസ്തു ഈ ഭൂമിക്ക് മുകളിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ദിവ്യകാരുണ്യത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുന്ന ക്രിസ്തു മകനും മകളും ഞാനാണെങ്കിൽ ഇത് അതിജീവനത്തിൻ്റെ കാലഘട്ടമാണ്. ഇതെല്ലാം കടന്നു പോകും, അല്ലേ? ഇതെല്ലാം കടന്നു പോകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സുവിശേഷം ഞാൻ ആ തുടക്കത്തിൽ വായിച്ചു. ഏതാണ്? ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ന്യായാധിപൻ്റെയും വിധവയുടെയും കഥയാണ്.
നമ്മൾ പലതവണ വായിച്ചിട്ടുണ്ടാകാം, ധ്യാനിച്ചിട്ടുണ്ടാകാം. എന്ത് ആയിക്കൊള്ളട്ടെ, ഒരിക്കൽ കൂടി നമുക്ക് ആ വചനത്തെ ഒന്ന് ആഴത്തിൽ ധ്യാനിക്കാം. നിരന്തരമായി ശല്യപ്പെടുത്തുന്ന ഒരു വിധവയെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതായത് തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. പ്രത്യാശയോടുകൂടെ, നിരാശയില്ലാതെ, എന്താണ്, നീതിരഹിതനായ, ഇന്ന് വരെ ആർക്കും നീതി കൊടുത്തിട്ടില്ലാത്ത ഒരു ന്യായാധിപൻ്റെ മുമ്പിൽ പ്രത്യാശയോടെ അവൻ്റെ മുമ്പിൽ കേണപേക്ഷിക്കുന്ന ഒരു വിധവയുടെ ചിത്രമാണ്. ഈ കാലഘട്ടത്തിൽ പലരും, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാ? കോവിഡ് മാറിപ്പോകാൻ, സാമ്പത്തിക നേട്ടങ്ങൾക്ക്, കടബാധ്യതകൾ മാറാൻ, രോഗങ്ങൾ സൗഖ്യപ്പെടാൻ, ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥന. ഈ ദിവസങ്ങളൊക്കെ പലരും ചോദിക്കും, അച്ഛാ എന്താ ദൈവം ഇത്ര ക്രൂരനായി തീരുന്നത്? ഇല്ലേ? കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി വൈദികരെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി, ഒത്തിരി സന്യസ്തരെ കൊണ്ടുപോയി, നല്ല ഒത്തിരി മനുഷ്യരെ കൊണ്ടുപോയി. എന്തേ ഇങ്ങനെ ദൈവം ഇത്ര ക്രൂരനായി തീർന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ ലോകം എത്രമാത്രം വികസിച്ചൊരു ലോകത്താണ്, അല്ലേ? നോക്കത്താ ദൂരത്ത് ആകാശത്തിൻ്റെ വിധാനങ്ങളിൽ മനുഷ്യന് ചെന്നെത്താൻ പറ്റുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. കണ്ണെത്താ ദൂരത്ത്, നോക്കത്താ ദൂരത്ത് നിമിഷങ്ങൾക്കുള്ളിൽ മനുഷ്യന് എത്തിച്ചേരാൻ പറ്റും. കടലിൻ്റെ ആഴങ്ങളിൽ, ഹോട്ടലുകളെ കുറിച്ച് നിങ്ങൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകാം. കടലിൻ്റെ ആഴങ്ങളിൽ താമസിക്കുന്നവരെ കുറിച്ച് കഴിഞ്ഞിടയ്ക്കൊരു വാർത്ത വായിച്ചു. 300 കിലോമീറ്റർ അപ്പുറം ദൂരത്തുള്ള ഒരു രോഗിയെ ഇവിടെ ഇരുന്ന ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുകയാണ്. 300 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു രോഗിയെ റോബോട്ടിൻ്റെ സഹായത്താൽ ഓപ്പറേഷൻ ചെയ്ത് വിജയിപ്പിച്ച ചരിത്രം നമ്മുടെ വൈദ്യശാസ്ത്രത്തിനുണ്ട്. നമ്മുടെ വൃക്കകളും കരളുകളും നമ്മുടെ തലച്ചോറുകളും ശരീരത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അവരന് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് അവന് ജീവൻ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എങ്കിലും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? എൻ്റെ കരളും വൃക്കയും ഒക്കെ എടുത്ത് അവരന് ദാനം കൊടുക്കുന്നെങ്കിൽ എന്തേ എനിക്ക് ജീവൻ നൽകാൻ കഴിയാത്തത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നമ്മൾ ധ്യാനിക്കേണ്ട ചിന്തയാണ്, ദൈവമേ, എന്താണ് ഈ ലോകത്തെ മരണത്തെ മാത്രം തടഞ്ഞു നിർത്താൻ സാധിക്കാത്തത്? ഇത്രമാത്രം വികസിച്ച, ഇത്രമാത്രം ഉന്നതിയിലെത്തിയ ഈ ലോകത്തെ മരണത്തെ മാത്രം എന്തേ തടഞ്ഞു നിർത്താൻ കഴിയാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, എത്രമാത്രം വളർന്നാലും, എത്ര സമ്പന്നനായിക്കൊള്ളട്ടെ, വൈദികനായിക്കൊള്ളട്ടെ, സന്യാസി ആയിക്കൊള്ളട്ടെ, ദരിദ്രനായിക്കൊള്ളട്ടെ, പാപി ആയിക്കൊള്ളട്ടെ, മരണമെന്ന യാഥാർത്ഥ്യം ഏതു നിമിഷവും എന്നെയും നിങ്ങളെയും ഒക്കെ തേടി വരുന്ന യാഥാർത്ഥ്യമാണ്. നാളെ നേരം വെളുക്കുമ്പോൾ അപ്പാ എന്ന് വിളിക്കാൻ അപ്പനോ, നാളെ നേരം വെളുക്കുമ്പോൾ അമ്മേ എന്ന് വിളിക്കാൻ അമ്മയോ, മോളെ എന്ന് വിളിക്കാൻ മക്കളോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. ഈ രാത്രി ഒരുപക്ഷെ എൻ്റെ ആത്മാവിനെ തിരിച്ചെടുക്കാനുള്ള അവകാശം എൻ്റെ ദൈവത്തിനുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടും. അവിടെയാണ് നമ്മൾ ചോദ്യങ്ങൾ ആരംഭിക്കും. എന്തേ അച്ഛാ, എന്തേ സഹോദര, ദൈവം ഇത്ര ക്രൂരനായി പോകാൻ കാരണം? പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. എനിക്കും ഒത്തിരി കാലഘട്ടം ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. മരണത്തെ ഭയമുണ്ട്. മരണത്തെ ഭയപ്പെടാനുള്ള കാരണം എന്താ? ഒരു മനുഷ്യൻ മരണഭയമുണ്ടാകാനുള്ള കാരണം അത് ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളിൽ അവൻ്റെ കണ്ണ് ഉടക്കി നിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഭൂമിയിലുള്ള അവൻ്റെ സ്വാർത്ഥതകളിലും ഇഷ്ടങ്ങളിലും കണ്ണ് ഉടക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ച് ഒരുപാട് കാലം ജീവിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കാൻ കാരണം. സ്വർഗം ലക്ഷ്യമാക്കി ആത്മീയ നിറവുള്ള ഒരു മനുഷ്യന് ഒരിക്കലും മരണഭയമുണ്ടാകില്ലെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ആലപിക്കാറുള്ള മനോഹരമായ മരണവീട്ടിലൊരു ഗാനമുണ്ട്. ഏതാണത്? മരണം വരുമൊരു നാൾ ഓർക്കുക മത്യാ നീ, കൂടെ പോകും നിൻ ജീവിത ചെയ്തികളും. അതിൻ്റെ ഒടുവിലെ അവസാനത്തെ പാദങ്ങൾ ഇങ്ങനെയാണ്: ഭീകര മരണത്തിൻ കാലിടുകൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സകലം അലത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ആബേലച്ചൻ എഴുതി വച്ചിരിക്കുക. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് മരണഭീതി ഉണ്ടാകാൻ കാരണം? ഭീകര മരണത്തിൻ കാലടികൾപ്പൂ ഞാൻ,
പാപം എനിക്കുള്ളിൽ ഭീതി ഉളർത്തുന്നു. മരണഭയം ഒരു മനുഷ്യനുണ്ടാകാൻ കാരണം അവൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നതാണ്. സ്വർഗാരോപണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മരണമില്ലാതെ സ്വർഗത്തിലേക്ക് ഉടലെടുക്കപ്പെട്ട മറിയത്തിൻ്റെ തിരുനാൾ. എന്തുകൊണ്ടാണ് മരണം ഈ അമ്മയെ പുൽകാതിരുന്നതെന്ന് വെച്ചാൽ അത് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ് കാരണം? പാപമില്ലാതെ ഭൂമിയിൽ ജനിച്ചവളും വളർന്നവളുമാണ് മറിയം. അതുകൊണ്ട് മരണത്തിന് അവളെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണഭയമുണ്ടാകാനുള്ള കാരണം പാപം നമ്മളെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഒത്തിരി സങ്കടങ്ങളുണ്ടാകും. നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപെടുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും പെട്ടെന്ന് ഈ ഭൂമിയോട് വിട പറയുമ്പോൾ, കോവിഡ് കാലത്തൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഒടുവിൽ ഒരു ശവമായി എൻ്റെ അപ്പനും അമ്മയൊക്കെ തിരിച്ചു വന്നപ്പോൾ ദൈവത്തെ നോക്കി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തേ ദൈവമേ ഇത്രമാത്രം ക്രൂരത എൻ്റെ കുടുംബത്തോട് കാണിക്കുന്നത്? പല കുഞ്ഞുങ്ങളും ചോദിച്ചു, അച്ഛാ എൻ്റെ പപ്പയെ എന്തിനാണ് ഈശോ കൊണ്ടുപോയത്? പ്രിയപ്പെട്ടവരെ, ഉത്തരം ഇതാണ്: സ്വർഗത്തിൽ സുന്ദരമായ ഒരു യാത്രയാണ് മരണം. ക്രൈസ്തവരെന്ന നിലയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരെന്ന നിലയിൽ സ്വർഗത്തിലേക്കുള്ള സുന്ദരമായ യാത്രയാണ് മരണം. മരണം ഒരു അവസാനമല്ല, എൻ്റെ അപ്പൻ്റെ അരികിലായിരിക്കാനുള്ള സുന്ദരമായ യാത്രയാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, വേർപാടിൽ ദുഃഖിക്കുന്ന ജീവിത പങ്കാളി, വേർപാടിൽ ദുഃഖിക്കുന്ന അപ്പ അമ്മേ, നിനക്ക് സ്വർഗത്തിൽ ഒരു രക്തമുണ്ടെന്ന അഭിമാനത്തോടെ നിനക്ക് ജീവിതത്തിൽ പ്രത്യാശയോടെ യാത്ര ചെയ്യാനുള്ള ഒരു ആത്മീയത ഉയർത്താനായിട്ട് ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്താണ്? സ്വർഗത്തിൽ എനിക്കൊരു പപ്പയുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരു മമ്മിയുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരു ജീവിത പങ്കാളിയുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന അഭിമാനബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ആത്മീയത ഉണർത്താൻ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, അച്ഛാ അത് പറയാൻ എളുപ്പമാണ്. പ്രിയപ്പെട്ടവരെ, 16-ാം വയസ്സിൽ എൻ്റെ അമ്മ ഈ ഭൂമിയിൽ എൻ്റെ കൺമുമ്പിൽ പിടഞ്ഞ് മരിച്ചതാണ്. വേർപാടിൻ്റെ ദുഃഖം അഗാധമായി അറിയാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ. 16-ാം വയസ്സിൽ ഈ ഭൂമിയോട് എൻ്റെ അമ്മ വിട പറഞ്ഞപ്പോൾ ഞാനും സ്വർഗത്തെ നോക്കി ചോദിച്ചു, ദൈവമേ എന്തേ ഇത്ര ക്രൂരനായി നീ മാറാൻ കാരണം? എന്നാൽ ജീവിതത്തിൻ്റെ വഴികൾ എന്നെ പഠിപ്പിച്ചു, സ്വർഗത്തിൽ നിനക്ക് ഒരമ്മയല്ല 2 അമ്മയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വിധവ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രത്യാശയുടെ മകനും മകളുമാകണം നമ്മൾ. നിരാശ ക്രിസ്ത്യാനിക്കുള്ളതല്ല. നിങ്ങൾക്ക് വിശുദ്ധ അഗസ്തീനെ കുറിച്ച് അറിയാം. അഗസ്തീൻ ഈ ഭൂമിയിൽ 33 വർഷക്കാലം ചെയ്തു കൂട്ടാത്ത പാപങ്ങളൊന്നുമില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് എന്തൊക്കെ പാപം ചെയ്തു കൂട്ടാമോ അത്രമാത്രം പാപത്തിൻ്റെ കൂമ്പാരമായ ഒരു മകൻ്റെ കട്ടിലിൻ്റെ അരികിൽ 18 വർഷക്കാലം കണ്ണുനീരുകൾ മാത്രം മുതിർന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ പേരെന്താണ്? മോനിക്ക പുണ്യവതി. കണ്ണുനീരിൻ്റെ അമ്മയെ എന്നാണ് അവളെ വിളിക്കുക. കണ്ണുനീര് പോലും അവസാനം തുള്ളിയായി വീഴാനില്ലാതെ ആ മകൻ്റെ കട്ടിലിൻ്റെ അരികിൽ അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ഹിതം എന്താണെങ്കിലും അത് നിറവേറുമ്പോൾ സ്വീകരിക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നിരാശ കൂടാതെ പ്രത്യാശയോടെ അവൾ പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു? ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ അവൾ പ്രാർത്ഥിച്ചു. നമ്മളൊക്കെ നമ്മുടെ മക്കൾ കുടിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ താന്തോന്നിയാകുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, നമ്മൾ അരിശപ്പെടും, നമ്മൾ അവനെ ശപിക്കും. എന്നാൽ ഈ അമ്മ സ്വർഗത്തിൽ ഒരു ശല്യമായി തീർന്നു. എന്ത് ശല്യമാണ്? ഈ മകൻ്റെ കട്ടിലിൻ്റെ അരികിൽ ക്ഷമയുടെ ശല്യമായി തീർന്നു. ഈ മകൻ്റെ കട്ടിലിൻ്റെ അരികിൽ സ്നേഹത്തിൻ്റെ ശല്യമായി തീർന്നു. ഈ മകൻ്റെ കട്ടിലിൻ്റെ അരികിൽ കാരുണ്യത്തിൻ്റെ ശല്യമായി തീർന്നു. ഈ മകൻ്റെ കട്ടിലിൻ്റെ അരികിൽ കണ്ണുനീരിൻ്റെ ശല്യമായി സ്വർഗത്തിന് മാറിയപ്പോൾ 18 വർഷക്കാലം ഈ അമ്മയുടെ പുണ്യങ്ങളുടെ ശല്യം സ്വർഗം സഹിക്കവയ്യാതെ ആ മകനെ ഒരു വിശുദ്ധന്റെ ഗണത്തിലേക്ക് ഉയർത്തി. ഇന്ന് തിരുസഭ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ് വിശുദ്ധ അഗസ്റ്റിൻ. ഇന്ന് തിരുസഭയിലുള്ള ഏറ്റവും വലിയ വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ പുണ്യത്തിൻ്റെ ശല്യമാണ് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനെ അവൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത്.
എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യം സ്വർഗത്തിൻ്റെ ശല്യമായി തീരണം. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിധവ നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്താണ് ഈ വിധവ? ന്യായം ചെയ്യാത്ത, നീതിയില്ലാത്ത ഈ ന്യായാധിപൻ്റെ മുമ്പിൽ ശല്യമായി തീർന്നു. എന്ത് ശല്യം? അവനോട് തെറി പറയാൻ പോയില്ല. ന്യായാധിപൻ്റെ മുമ്പിൽ അവനെ ആക്രോശിക്കാൻ പോയില്ല, അവനോട് വഴക്ക് പറയാൻ പോയില്ല. എന്തു ചെയ്തു? അവൾ എല്ലാ ദിവസവും അവൻ്റെ കാൽപാദത്തിങ്കൽ വന്നിരുന്നു, അവനോട് അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു, എനിക്ക് നീതി വേണം, എനിക്ക് നീതി വേണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഇങ്ങനെയാ പറയുക, ഇന്ന് വരെ നീതി നടത്തി കൊടുക്കാതിരുന്ന ഈ ന്യായാധിപൻ ഈ വിധവയുടെ സ്നേഹത്തിൻ്റെ ശല്യം സഹിക്കവയ്യാതെ ഈ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തു. എങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് നീതി നടത്തി തരികയില്ലേ? പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടുകൂടിയുള്ള പ്രാർത്ഥന ഈശോ മിശിഹ നമുക്ക് വലിയ ഉദാഹരണമാണ്. ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണം, എങ്കിലും എൻ്റെ ഹിതമല്ല സ്വർഗത്തിൻ്റെ ഹിതം നിറവേറട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ആദ്യ ഭാഗത്ത് അവസാനിക്കുക, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. ഇല്ലേ, നമ്മുടെ പ്രാർത്ഥന അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ടോ എടുത്തു മാറ്റിയില്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചെയ്യും, എന്തേ ദൈവമേ നീ ഇത്രമാത്രം ക്രൂരൻ? എന്തേ ദൈവമേ നീ എൻ്റെ കണ്ണുനീര് കാണാത്തത്? ഞാൻ നൊവേന ചൊല്ലിയില്ലേ, ഞാൻ കുർബാന അർപ്പിച്ചില്ലേ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയില്ലേ, നോമ്പ് നോർന്നില്ലേ, ഞാൻ തിരികൾ കത്തിച്ചില്ലേ, എന്നിട്ട് എന്താ എൻ്റെ കുടുംബത്തിൽ നീ അനുഗ്രഹം ചൊരിയാത്തത്? പ്രിയപ്പെട്ടവരെ, ഈശോയും അങ്ങനെ പ്രാർത്ഥിച്ച് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു എന്ന് പറയുക. വൈദ്യശാസ്ത്രം പറയും, ഒരു മനുഷ്യൻ രക്തം വിയർക്കുന്നത് എപ്പോഴാ? ശരീരത്തിൽ, മനസ്സിൽ അഗാധമായ ദുഃഖം തളം കെട്ടിക്കിടക്കുമ്പോൾ ശരീരത്തിലെ ചെറു രക്തധമനികൾ പൊട്ടും ശരീരത്തിൽ. അങ്ങനെ രക്തധമനികൾ പൊട്ടിക്കഴിയുമ്പോഴാണ് രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തേക്ക് വരിക. ഈശോ മലമുകളിൽ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. അതായത് അകാരമായ ദുഃഖമാണ് അവൻ്റെ ചങ്ക് നിറയെ. ചങ്കിലെ ദുഃഖം കാരണം രക്തക്കുഴലുകൾ പൊട്ടി അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് എടുത്തു മാറ്റണം. കാരണം അവൻ കാണുകയാണ് ക്രൂരമായി എന്നെ കൊന്നുകളയുന്നത് മനുഷ്യനാ. പ്രിയപ്പെട്ടവരെ, അവനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ഈ പാനപാത്രം ഒന്ന് എടുത്തു കളയണമേ. എന്നിട്ടോ എന്തൊരു ക്രൂരതയാ പിതാവായ ദൈവം കാണിച്ചത്, ഇല്ലേ? ഒരു ക്രൂരമായ നിശബ്ദത. ഒരു വാക്ക് പോലും മകനോട് ഉരിയാടിയില്ല. അവൻ ഒരു വാക്ക് പോലും സ്വർഗത്തിൽ നിന്ന് മറുതലിച്ചില്ല. ഈ മകൻ്റെ മുമ്പിൽ, ഇങ്ങനെ ചങ്ക് പൊട്ടി നിലവിളിക്കുന്ന മകൻ്റെ മുമ്പിൽ ക്രൂരമായൊരു നിശബ്ദത സ്വർഗത്തിൻ്റെ പിതാവായ ദൈവം അവനോട് കാണിച്ചു. എന്നിട്ടോ തുടർന്ന് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഹിതമല്ല ദൈവമേ നിൻ്റെ ഹിതം നിറവേറട്ടെ. അവൻ പ്രാർത്ഥിച്ചതാണ്, ദൈവമേ നിൻ്റെ ഹിതം നിറവേറുമ്പോൾ ഇത് സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ ബലം എനിക്ക് നൽകണമേ. ഇതാണ് ദൈവം, ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയായി തീരട്ടെ. ദൈവമേ നിൻ്റെ ഹിതം എന്തോ അത് നിറവേറുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ. അതുകൊണ്ടാണ് പിതാവ് ഈശോ തമ്പുരാൻ കാൽവരിയുടെ നെറുകയിൽ ഇങ്ങനെ ക്രൂരമായി മരിക്കുമ്പോഴും ഈ ഭൂമിയോട് നോക്കി ഒന്നും മറുതലിക്കാഞ്ഞത്, സ്വർഗത്തെ നോക്കി ഒന്നും പറയാഞ്ഞത്, അവൻ നിശബ്ദമായി ഈ ഭൂമിക്ക് വേണ്ടി ബലിയർപ്പിക്കുകയാണ്. കാരണം എന്താ? ആ ശക്തി അവൻ സ്വീകരിച്ചു. പിതാവായ ദൈവം കൊടുത്ത ശക്തി അവൻ സ്വീകരിച്ചിട്ടാണ് മുമ്പോട്ട് അവൻ യാത്ര ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, പ്രത്യാശയുടെ മകനും മകളുമാകുക. നാളെ ഒരുപക്ഷെ നേരം വെളുക്കുമ്പോൾ ഞാൻ മരിച്ചിരിക്കാം. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ദുഃഖങ്ങളും വേദനകളും തളം കെട്ടി നിന്നിരിക്കാം. അവിടെയൊക്കെ ഈ മോനിക്ക പുണ്യവതിയെ പോലെ, ഈ പരിശുദ്ധ മറിയത്തെ പോലെ, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ, ഈശോ മിശിഹായെ പോലെ, ദൈവമേ നിൻ്റെ ഹിതം നിറവേറുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ ബലം, ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഈശോ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു, എന്താണ്? നീ ഒരു ശല്യമായി മാറണം. നീ ഒരു ശല്യമായി മാറണം. നമ്മൾ ഈ ശല്യം ആയി മാറാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ. എപ്പോഴാണ്? വീട്ടിൽ 2 വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാനുള്ള എന്താണ്? കുരിശുവരെയാണ്, അല്ലേ?
അത് മാത്രമേ നമുക്ക് മാറ്റിവെക്കാനുള്ളൂ. കൊറോണ കാലത്ത് ആൾക്കാർക്കെല്ലാം മാറ്റിവെക്കാനുള്ള ഒരു കാരണമുണ്ട്. എന്താണ്? പള്ളിയിൽ പോക്ക്, അല്ലേ? തിയേറ്ററിൽ പോകാം, കല്യാണത്തിന് പോകാം, ബീവറേജ് ക്യൂ നിൽക്കാൻ പോകാം, ബാക്കി എല്ലായിടത്തും പോകാം. എവിടെ പോകാൻ പറ്റില്ല? പള്ളിയിൽ പോകാൻ പറ്റില്ല. എന്ത് പറ്റും? തിരിച്ചു വരുമ്പോൾ കോവിഡ് വരും, അല്ലേ? അതുകൊണ്ട് ശല്യപ്പെടുത്താതെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എന്തിനെ? ആത്മീയതയെ. ആർക്കും ശല്യമാകരുത്. എൻ്റെ ആത്മീയത ആർക്കും ശല്യമാകരുത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ സ്തുതിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് മടിയാണ്. എന്താ? ഞാൻ സ്തുതിച്ചാൽ കൂടെയുള്ളവർക്ക് ശല്യമാകുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ കൂടെയുള്ളവർക്ക് ശല്യമാകുമോ? ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നാൽ എൻ്റെ വീട്ടുകാർക്ക് കോവിഡ് ഒരു ശല്യമായി തീരുമോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, അത് പ്രാർത്ഥന മാത്രം. ബാക്കി ഒന്നിനും നമുക്ക് എക്സ്ക്യൂസ് ഇല്ല. എല്ലാത്തിനും പോകാം. കല്യാണ വീട്ടിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, ബസ്സിൽ യാത്ര ചെയ്യാം. പള്ളിയിൽ വരുമ്പോൾ ഭയങ്കര അകലമായി, പള്ളിയിൽ നമ്പറായി, ക്രമമായി. ആത്മീയതയിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കാനായിട്ട് തോന്നുള്ളൂ. എന്നാൽ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ സ്വർഗത്തിനൊരു ശല്യമായി തീരണം. ചിന്തിച്ച് നോക്കിയേ, ഞാൻ എൻ്റെ സ്വർഗത്തിലൊരു ശല്യമാകാറുണ്ടോ? ഞാൻ എൻ്റെ സ്വർഗത്തിനൊരു ശല്യമാകാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിന് ശല്യമാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകളെ കൊണ്ട് സ്വർഗം ശല്യപ്പെട്ടിരിക്കുക. അത് സത്യമാണ്. ദൈവമേ, കടബാധ്യത മാറ്റണമേ, പരീക്ഷയ്ക്ക് വിജയിപ്പിക്കണമേ, ജോലി കിട്ടണമേ, എനിക്ക് വിദേശയാത്ര നടത്തണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണമേ, എനിക്ക് ജീവിത പങ്കാളിയെ ലഭിക്കണമേ, പരീക്ഷയിൽ ജയിക്കണമേ. ഇങ്ങനെ സ്വർഗം നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ശല്യപ്പെട്ടിരിക്കുക. അത് ശരിയാണ്. പക്ഷേ എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും, എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും, എൻ്റെ പരാജയത്തിലും വിജയത്തിലും ഒരുപോലെ സ്വർഗത്തിനൊരു ശല്യമായി തീരാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ നിലവിളിച്ച് അപേക്ഷിക്കുന്ന എൻ്റെ ഒരുപാട് നിയോഗങ്ങളുടെ കൂമ്പാരമല്ല. പിന്നെ എന്താണ് പ്രാർത്ഥന? ഞാൻ ജീവിച്ചു തീർക്കുന്ന പുണ്യങ്ങളുടെ കൂടാരമാണ് പ്രാർത്ഥന. ഞാൻ ജീവിച്ചു തീർക്കുന്ന പുണ്യങ്ങളുടെ കൂടാരമാണ് പ്രാർത്ഥന. ഈ മോനിക്ക പുണ്യവതി ജീവിച്ചു തീർത്ത പുണ്യങ്ങളുടെ കൂടാരമായിരുന്നു സ്വർഗത്തിൻ്റെ ശല്യം. അവളുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായിരുന്നു അവളെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ശല്യം. അവളുടെ ക്ഷമയുടെ പൂർണ്ണതയായിരുന്നു അവളെക്കുറിച്ച് സ്വർഗത്തിൻ്റെ ശല്യം. അവളുടെ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും കണ്ണുനീരിൻ്റെയും ശല്യമായിരുന്നു അവളുടെ സ്വർഗത്തിൻ്റെ ശല്യം. ആ ശല്യം സഹിക്കവയ്യാതെയാണ് അവൾ ജീവിച്ചു തീർത്ത പുണ്യത്തിൻ്റെ ശല്യം സഹിക്കവയ്യാതെയാണ് സ്വർഗം ആ കുടുംബത്തിൽ 2 വിശുദ്ധരെ സമ്മാനിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിച്ചു തീർക്കുന്ന സ്വർഗത്തിൻ്റെ ശല്യമായി ഞാൻ മാറണം. നമ്മൾ കൂടെയുള്ളവർക്കൊക്കെ പലപ്പോഴും ശല്യമാണ്. ജീവിത പങ്കാളി പരസ്പരം ശല്യമായി മാറുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് ശല്യമായി തീരുന്നു. മക്കൾ മാതാപിതാക്കൾക്ക്, അയൽവക്കക്കാർ, പുരോഹിതർ, സന്യസ്തർ, രാഷ്ട്രീയക്കാർ എല്ലാവരും പരസ്പരം ശല്യമായി തീരുന്ന കാലഘട്ടത്തിൽ പുണ്യങ്ങൾ ജീവിച്ച് സ്വർഗത്തിൻ്റെ ശല്യമായി തീരുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒടുവിലായി ഈശോ ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇത്രയൊക്കെ ഉദാഹരണങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും ഒക്കെ ജീവിച്ച് കാണിച്ചിട്ടും എന്തേ ഭൂമിയിൽ വിശ്വാസം നിലനിൽക്കാത്തത്? അതൊരു ചോദ്യമാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഭൂമിയിൽ വിശ്വാസം നിലനിൽക്കാത്തത്? പ്രിയപ്പെട്ടവരെ, എന്താ ഈ വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ ഇത് വിശ്വാസം നമ്മളൊക്കെ മാമോദീസായിലൂടെ തലയിൽ വെള്ളം വീണ് ക്രിസ്ത്യാനികളായവരാണ്, അല്ലെങ്കിൽ പല വിശ്വാസ ജീവിതം ജീവിക്കുന്നവരുണ്ട്. എന്താണ് വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ഈ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസം ജീവിക്കുന്നതാണോ? ആണോ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് വിശ്വാസം ജീവിക്കുന്നതാണോ? ആണോ? അല്ലെങ്കിൽ നല്ല കൊന്തയിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് വിശ്വാസം ജീവിക്കുന്നതാണോ? തീർത്ഥാടനങ്ങൾ പോകുന്നത് വിശ്വാസം ജീവിക്കുന്നതാണോ? നോമ്പെടുക്കുന്നതും ഉപവസിക്കുന്നതും വിശ്വാസം ജീവിക്കലാണോ? ഞാൻ പറയും അല്ല, അല്ല. ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങളാകരുത്. വെള്ളയടിച്ച
കുഴിമാടങ്ങളാകരുത്. ആരെ നോക്കിയാണ്? നമ്മളെ തന്നെ നോക്കിയാണ് ഈശോ പറയുക. എന്താണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതെന്താണ്? നീ കൂടെ ആയിരിക്കുന്നവർക്കൊരു അനുഗ്രഹമായി മാറുക. ഇതാണ് വിശ്വാസം ജീവിക്കുക എന്നതിൻ്റെ ചുരുക്ക രൂപം. എന്താണ്? കൂടെ ആയിരിക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി മാറുക. സാധിക്കുന്നുണ്ടോ എന്നതാണ് ചങ്കിൽ കൈവച്ച് ചോദിക്കാറുള്ളത്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാനൊരു അനുഗ്രഹമായി മാറാറുണ്ടോ? എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനൊരു അനുഗ്രഹമായി മാറാറുണ്ടോ? എൻ്റെ മാതാപിതാക്കൾക്കും മക്കൾക്കുമൊക്കെ ഞാനൊരു അനുഗ്രഹമായി മാറാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടവളെ എന്നാണ്, അല്ലേ? എന്താണ് ഇങ്ങനെ അനുഗ്രഹം എന്നത് മറ്റൊരു ചോദ്യമാണ്. എന്താ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹമാവുക അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ അമ്മയെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് നിർത്താം. എന്താണ്? ഈ അമ്മയെ അനുഗ്രഹിക്കപ്പെട്ടവളെ എന്നാണ് വിശേഷിപ്പിക്കുക സഭ. അല്ലെങ്കിൽ ദൂതൻ വന്ന് പറഞ്ഞു, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, നിന്റെ ഉദരത്തിൽ ഒരു ശിശു ജനിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് അനുഗ്രഹമാണ് ഈ അമ്മയ്ക്കുണ്ടായിട്ടുള്ളത്? നമ്മൾ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നല്ല സമ്പത്തുള്ളവരെ നോക്കി നമ്മൾ പറയും, ഓ എന്തൊരു അനുഗ്രഹം, ഭാഗ്യപ്പെട്ടവനാണ് അവൻ. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുള്ളവരെ നോക്കി പറയും, ഓ എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവര്, അല്ലേ? നല്ല സൗന്ദര്യമുള്ളവരെ, നല്ല സ്ഥാനമാനങ്ങളുള്ളവരെ എല്ലാവരെയും നമ്മൾ നോക്കി പറയും, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ. പക്ഷേ എന്താണ് അനുഗ്രഹം? ഈ അമ്മ നമ്മളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 13 വയസ്സുള്ള ഒരു സ്ത്രീ ഇന്ന് വരെ പാപം ചെയ്യാതെ പാപം ചെയ്യണമെന്ന് പോലും ആഗ്രഹമില്ലാതിരുന്ന സ്ത്രീയോട് സ്വർഗത്തിൻ്റെ ദൂതൻ വന്ന് പറയുക, മകളെ, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക, നീ ഗർഭിണിയാകാൻ പോവുക. പ്രിയപ്പെട്ട എൻ്റെ അപ്പ, അമ്മ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളോട് ഈ ദൂതൻ വന്ന് പറയുക, മോളെ, നീ ഇന്ന് രാത്രി ഗർഭിണിയാകാൻ പോവുക. മോള് സമ്മതിക്കുമോ? സമ്മതിക്കുമോ? നിങ്ങളാണേ സമ്മതിക്കുമോ? ഇല്ല. 12 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ മകളോട് പറയുക, വിവാഹ നിശ്ചയം നടന്നിരുന്ന മകളോട് പറയുന്നേ, നീ ഇന്ന് ഗർഭിണിയാകാൻ പോവുക. അവൾ കൊടുത്ത മറുപടി എന്താ പറഞ്ഞേ? ആമേൻ, ദൈവമേ നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ദൈവമേ സ്വർഗത്തിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഉത്തരമുണ്ട്. എന്താണെന്നറിയാവോ? ഇന്ന് രാത്രി മറിയം പറഞ്ഞില്ല, നിക്ക് ദൂത, ഞാനൊരു ചെക്കനുമായിട്ട് വിവാഹ നിശ്ചയം നടന്നിരിക്കുക, ഞാൻ അവനോടൊന്ന് പോയി ചോദിക്കട്ടെ, ജോസഫേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് നാളെ നീ എന്നെ സ്വീകരിക്കുമോ, എന്നാലേ ഞാൻ ആമേൻ ഉത്തരം കൊടുക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞോ? ഇല്ല. അവൾ ഉടനടി പറഞ്ഞു. ഒറ്റ ചോദ്യം അവൾ ചോദിച്ചുള്ളൂ, ഇതെങ്ങനെ സംഭവിക്കും ദൂത? ഇതെങ്ങനെ സംഭവിക്കും? ആത്മാവ് നിൻ്റെ മേൽ വരും. നമ്മളോട് പറയാം, ആത്മാവ് നിൻ്റെ മേൽ വരും, നീ ഗർഭിണിയാവും. നമ്മൾ സമ്മതിക്കുമോ? പോയി പണി നോക്കാൻ പറയും. അങ്ങനത്തെ ആത്മാവൊന്നും ആവശ്യമില്ലെന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷേ മറിയം പറഞ്ഞു, ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ഇതാണ്, നാളെ നേരം വെളുക്കുമ്പോൾ ഇന്ന് വരെ പാപം ചെയ്യാത്ത പാപിയല്ലാത്ത ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പാപിയാകും. എന്താ? വേശ്യയാകും. കാരണം പുരുഷനറിയാതെ അവൾ ഗർഭം ധരിച്ചിരിക്കുകയാ. നാളെ നേരം വെളുക്കുമ്പോൾ വേശ്യ എന്ന് മുദ്ര കുത്തപ്പെടാനാണ് ദൈവമേ നിന്റെ ഹിതമെങ്കിൽ, നാളെ നേരം വെളുക്കുമ്പോൾ ഈ വേശ്യയ്ക്ക് കിട്ടുന്ന ശിക്ഷയായ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനാണ് ദൈവമേ നിന്റെ ഹിതമെങ്കിൽ, അതുപോലെ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി ഒരു മരണരാത്രിയായിരുന്നു മറിയത്തിൻ്റെ. നാളെ നേരം വെളുക്കുമ്പോൾ അവൾ വേശ്യയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ അവൾ കൊലയ്ക്ക് നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മറിയത്തെയാണ് നമ്മൾ വിളിച്ചത് അനുഗ്രഹിക്കപ്പെട്ടവളെ എന്ന്. അവിടെയും അവസാനിച്ചില്ല. അവളുടെ ജീവിതം നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ അമ്മമാരെ, പ്രസവ വേദന ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വേദനയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ശരീരം മുഴുവൻ വേദനിക്കുന്ന മറിയം, 14 വയസ്സുള്ള ഒരു പിഞ്ച് പൈതൽ, അവൾ ഒന്ന് പ്രസവിക്കാൻ വേണ്ടി മരം കോച്ചുന്ന തണുപ്പത്ത് തൻ്റെ മകനെ ഒന്ന് പ്രസവിച്ചിടാൻ വേണ്ടി സത്രങ്ങൾ കയറി മുട്ടി വിളിച്ചപ്പോൾ ആട്ടിപ്പായിച്ചു.
അവൾ ഒടുവിൽ ചെന്നെത്തിയത് ഈ കാലികളുടെ കാലിത്തൊഴുത്തിൽ പുല്ലും വെള്ളവും ഒക്കെ കിടക്കുന്നിടത്ത് ഒരു മകൾ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിടേണ്ടി ഗതികേട് വന്നപ്പോൾ തൻ്റെ മകൾ ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കപ്പെട്ടവളെ പോലെ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാമായിരുന്ന ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ തൻ്റെ മകൻ ഒരു പിള്ളക്കച്ചയിൽ മരം കോച്ചുന്ന തണുപ്പത്ത് പ്രസവിച്ചിടേണ്ടി വന്ന ഒരു അമ്മയുടെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അമ്മയാണ് നമ്മൾ വിളിക്കുക എന്ത്? അനുഗ്രഹിക്കപ്പെട്ടവളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ അവസാനിച്ചില്ല. ഈ കുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ പേരിൽ മാത്രം 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞിനെ കൊല ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ ശരീരം മുഴുവൻ വേദനിക്കുന്ന മറിയം, 12-14 വയസ്സുള്ള ഈ ചെറുപ്പക്കാരി, ഈ ശരീരം മുഴുവൻ നൊമ്പരപ്പെടുന്നതിൻ്റെ മധ്യത്തിൽ അവഹേളനങ്ങളും നിന്ദനങ്ങളും ചുറ്റും നിൽക്കുന്നതിൻ്റെ നടുവിൽ കത്തിയുടെ ചുറ്റുപാടും ഈ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി പടയാളികൾ കത്തി ചൂണ്ടി നിൽക്കുന്നതിൻ്റെ നടുവിൽ ശരീരം മുഴുവൻ വേദനിക്കുന്നതിൻ്റെ നടുവിൽ മരം കോച്ചുന്ന തണുപ്പത്ത് ഈ തൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു കാവൽക്കാരൻ മാത്രമാക്കിയുള്ള ഈ മറിയം ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കിലോമീറ്ററുകളാണ് നടന്നുപോയത്. 500-ൽ പരം കിലോമീറ്ററുകൾ ഈ മറിയം നടന്നു എന്നാണ് ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെടുക. നിങ്ങൾ ചിന്തിച്ചേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പ്രസവിച്ചാൽ എത്ര ദിവസമാണ് നമ്മൾ പ്രസവാനന്തര ശുശ്രൂഷ നടത്തുക? എന്നാൽ ഈ മറിയം ജീവിതത്തിൽ ഏറ്റെടുത്തൊരു വെല്ലുവിളിയുണ്ട്. ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ ഏറ്റെടുത്ത സഹനം. ഈ മറിയത്തെയാണ് നമ്മൾ വിളിക്കുക എന്ത്? അനുഗ്രഹിക്കപ്പെട്ടവളെ. അവിടെയും തീർന്നോ? തീർന്നില്ല. പിന്നീട് അങ്ങോട്ട് ഒത്തിരി വേദനകളും യാതനകളും എല്ലാം അവസാനിക്കാം. ഈ കാൽവരിയിലേക്കുള്ള യാത്രയൊന്നും നിങ്ങൾ ചിന്തിച്ച്, തൻ്റെ മകൻ, ഈ ഭൂമിയിൽ അനേകർക്ക് അനുഗ്രഹമായ മകൻ, അനേകർക്ക് സൗഖ്യം മാത്രം കൊടുത്ത മകൻ, മരിച്ചവനെ ഉയർപ്പിച്ച മകൻ, അവഹേളനത്തിൻ്റെയും പരാജയത്തിൻ്റെയും നടുവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ മകൻ, വിശക്കുന്നവർക്ക് അപ്പമായി തീർന്ന മകൻ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ മകൻ, ഒരു പാപിയെ പോലെ കാൽവരിയുടെ നെറുകയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ അമ്മ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പട്ടിയെ തല്ലി ചതയ്ക്കുന്നത് പോലെ തലങ്ങും വിലങ്ങും ചല്ലിത്തതച്ചുകൊണ്ട് ഈ അമ്മയുടെ മുമ്പിൽ തൻ്റെ മകനെ പിച്ചു ചീന്തി കൊണ്ടുപോകുന്ന കണ്ടുനിന്ന മറിയത്തെയാണ് നമ്മൾ വിളിക്കുക എന്ത്? അനുഗ്രഹിക്കപ്പെട്ടവളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയും തീർന്നോ? ഇല്ല, അവിടെയും തീർന്നില്ല. കാൽവരിയുടെ നെറുകയിൽ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൻ്റെ പ്രിയപ്പെട്ട മകൻ പിടഞ്ഞ് മരിക്കുമ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമ്മേ, എനിക്ക് ദാഹിക്കുന്നു, അമ്മേ, എനിക്ക് ദാഹിക്കുന്നു. സുവിശേഷം എഴുതി വച്ചിട്ടുണ്ട്, ഈശോ ദാഹിക്കുന്നു എന്ന് നിലവിളിച്ചു. അത് ആരോടുമായിരിക്കില്ല, ചുവട്ടിൽ നിന്ന അമ്മയോടായിരിക്കും. അമ്മേ, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ അപ്പ, അമ്മേ, നിങ്ങളുടെ മക്കൾ എത്ര വലിയ പാപിയായിക്കൊള്ളട്ടെ, കൊലപാതകയായിക്കൊള്ളട്ടെ, മരണവേദന അനുഭവിക്കുമ്പോൾ അപ്പാ, അമ്മേ, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ നാവിൽ ഒരിറ്റ് വെള്ളം കൊടുക്കാൻ കഴിയാതെ നിസ്സഹയായി നിൽക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചങ്കിലെ നൊമ്പരമൊന്ന് ഓർത്തെടുക്കണം. അങ്ങനെയാണ് ആ മറിയം കാൽവരിയുടെ നെറുകയിൽ ആ മകൻ്റെ ചുട്ടുപൊള്ളുന്ന ശരീരത്തിൽ, പിച്ചിച്ചീന്തിയ ശരീരത്തിൻ്റെ ചുവട്ടിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിസ്സഹയായി നിൽക്കേണ്ടി വന്ന മറിയം. ഈ മറിയത്തെയാണ് നമ്മൾ വിളിക്കുക എന്ത്? എന്ത്? അനുഗ്രഹിക്കപ്പെട്ടവളെ. പ്രിയപ്പെട്ടവരെ, അവിടെയും തീർന്നില്ല, അവിടെയും തീർന്നില്ല. ഇനി എന്താ? ഈ കുരിശിൻ്റെ വഴിയിൽ ഒടുവിലെ ഒരു ചിത്രമുണ്ട്. അതെന്താ? കുരിശിൻ്റെ വഴിയിൽ ഒടുവിലെ ചിത്രം എന്താ? 14-ാം സ്ഥലം. അതിൻ്റെ ഒരു പേരുണ്ടല്ലോ ആ ചിത്രത്തിന്, പിയാത്ത, അല്ലേ? നമ്മൾ വിചാരിക്കും എത്ര സ്നേഹമാണ്. ഒടുവിൽ മരിച്ച മകനെ അമ്മയുടെ മടിയിൽ വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനെ അങ്ങനെ ധ്യാനിക്കാറില്ല. അങ്ങനെ ധ്യാനിക്കണമെങ്കിൽ ഈ ദാഹിക്കുന്നത്, ഈ കുരിശിൽ കെട്ടുന്നതിന് മുമ്പ് അമ്മയോട് പറയായിരുന്നു, മോളെ, ദേ നിന്റെ മകൻ മരിക്കാൻ പോകുന്നു, ഇച്ചിരി വെള്ളം വേണേ കൊടുത്തോ എന്ന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഒടുവിൽ മരിച്ച ഒരു 6 അടി മുറിവ് മാത്രമുള്ള ഈ മകൻ്റെ ശരീരത്തെ എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തത്? അവനെ കൊണ്ടുപോയി കുഴിച്ചിട്ടാ പോരായിരുന്നോ? അതൊരു പരിഹാസമായിട്ടാണ് ഞാൻ ധ്യാനിക്കാറ്, അതൊരു നിന്ദനമായിട്ടാണ്. എന്താ? ദേ അമ്മേ, നിന്റെ മകൻ ദേ വലിയവനായിരുന്നില്ലേ, ദേ ചത്തു കിടക്കുന്നു, നിന്റെ മടിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ്
ശരീരം മുഴുവൻ മുറിവുള്ള മകനെ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ കഴിയുക? നിങ്ങളുടെ മക്കൾക്കൊക്കെ ശരീരത്തിൽ ഒരു മുറിവ് വരുമ്പോൾ എത്രമാത്രം മൃദുലമായ നമ്മൾ ആ ശരീരത്തിൽ തൊടുക, അല്ലേ? നമ്മുടെ മക്കൾക്കൊരു മുറിവുണ്ടായാൽ എൻ്റെ കുഞ്ഞിന് വേദനിക്കാൻ കഴിയല്ലോ എന്നോർത്ത് നമ്മൾ പയ്യെയാണ് തലോടി അതിനെ തൊടുക. എന്നാൽ മുറിവുകൾ മാത്രം അവശേഷിക്കുന്ന മകനെ അമ്മയുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ അമ്മയ്ക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ മകനെ ഒന്ന് ചുംബിക്കാൻ കഴിയുക? ഈ അമ്മയ്ക്ക് ഈ നീലവസ്ത്രവും വെള്ള വസ്ത്രവും ഒന്നും ചേരില്ല. ഈ അമ്മയ്ക്ക് ചേരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്താണ്? മകൻ്റെ ചോരയുടെ നിറമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മയ്ക്ക് ചേരുന്ന വസ്ത്രത്തിൻ്റെ നിറം മകൻ്റെ ചോരയുടെ നിറമാണ്. കാരണം ഇത്രമാത്രം ആ മകനോട് ചേർന്ന് നിന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഇല്ല. ഹല്ലേലൂയ. ഈ മറിയത്തെയാണ് നമ്മൾ വിളിക്കുക എന്ത്? അനുഗ്രഹിക്കപ്പെട്ടവളെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ നീ ഒരു അനുഗ്രഹമായി മാറുക എന്നതാണ്. എന്താണ് അനുഗ്രഹം? ദൈവഹിതം നിറവേറ്റലാണ് അനുഗ്രഹം, അല്ലേ? ഭൂമിയിൽ ദൈവഹിതം നിറവേറ്റലാണ് അനുഗ്രഹം. ഞങ്ങളെ വൈദികരെ നോക്കി പലരും പറയാറുണ്ട്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ നിങ്ങൾ. എന്നെ നോക്കി പലരും പറഞ്ഞിട്ടുണ്ട്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവനാ. പ്രിയപ്പെട്ടവരെ, 16-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കൺമുമ്പിൽ വെച്ച് പിടഞ്ഞ് മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഗതികേടുള്ളൊരു മകനാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്ര മുഴുവൻ സഹനത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു. എൻ്റെ അപ്പനും മരണത്തോട് മല്ലിട്ട് ഇന്നും സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരപ്പനാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സഹനത്തിൻ്റെ ഘോഷയാത്രയുടെ മധ്യത്തിൽ ജീവിച്ചു തീർത്ത ഒരു പുരോഹിതനെ നോക്കി നിങ്ങൾ പറയും, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ഇല്ലേ? ഇങ്ങനെ എല്ലാ വൈദികർക്കും ഒത്തിരി സങ്കടങ്ങളുടെ കഥ പറയാനുണ്ട്. വെറുതെ ഒന്നും വൈദികരായവരല്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സഹനങ്ങളുടെ മധ്യത്തിൽ ഒരുപക്ഷെ എനിക്ക് വലിയൊരു കള്ളുകുടിയനാകാമായിരുന്നു, ഒരു നിരീശ്വരവാദി ആകാമായിരുന്നു, ഒരു താന്തോന്നി ആകാമായിരുന്നു, ഇല്ലേ? നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴുമൊക്കെയാണ് പലരും ജീവിതം നശിപ്പിച്ച് കളയുക. പോയി ആത്മഹത്യ ചെയ്യാം. അപ്പനും അമ്മയും ഒക്കെ അകാലത്തിൽ പിരിഞ്ഞു പോയി എന്തിനു ജീവിക്കണം? ഈ പ്രത്യേകിച്ച് ദൈവത്തിന് വേണ്ടി എന്തിനു ജീവിക്കണം? സെമിനാരിയിൽ 1-ാമത്തെ വർഷക്കാലത്താണ് ഇത് സംഭവിക്കുക. വേണമെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു. ഇനി എന്തിനാണ് ഇത്രമാത്രം ക്രൂരത കാണിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടി ഒരു പുരോഹിതനാവേണ്ട ആവശ്യമൊന്നുമില്ല, ഇല്ലേ? ഉണ്ടോ? ഇല്ല. അങ്ങനെ വേണമെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിച്ച് എനിക്ക് തോന്നിയ പോലെ ജീവിക്കാമായിരുന്നു, ഒരു കള്ളുകുടിയനും താന്തോന്നിയുമാകാമായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒരു അനുഗ്രഹമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അത് ജീവിച്ചു തീർക്കുന്ന ചില ദൈവിക പദ്ധതികളോടുള്ള ആമേൻ പറച്ചിലുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് നമ്മൾ ധ്യാനിച്ചത്? നിരാശ കൂടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക. 2, സ്വർഗത്തിൽ നീ ഒരു ശല്യമായി തീരുക, സ്വർഗത്തിൽ നീ ഒരു ശല്യമായി തീരുക. എന്ത് ശല്യമാണ്? ജീവിച്ചു തീർക്കുന്ന പുണ്യങ്ങളുടെ ശല്യമായി നീ മാറണം. ഒടുവിലായി എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചത്? നമ്മൾ പറഞ്ഞത് വിശ്വാസം ജീവിക്കുന്നവരാവുക. വിശ്വാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ നീ കൂടെയുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം, കൂടെയുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണം. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ അമ്മ ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ്? ദൈവഹിതം നിറവേറ്റാൻ അവൾ ഏറ്റെടുത്ത വെല്ലുവിളിയാണ്. നിങ്ങൾ നോക്കിക്കേ, എത്രയോ വിശുദ്ധരെയാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആഘോഷിക്കുന്നത്, ഇല്ലേ? വിശുദ്ധരുടെ എന്ത് തിരുനാൾ ആഘോഷിക്കുന്നത്? എന്ത് തിരുനാൾ ആഘോഷിക്കുന്നത്? മരണ തിരുനാളാണ് ആഘോഷിക്കുന്നത്, ഇല്ലേ? ഈ വിശുദ്ധരെ കഷ്ടപ്പെട്ട് ഭൂമിയിൽ ജീവിച്ച് നീചമായി മരിച്ചതിൻ്റെ ആഘോഷം നമ്മൾ നടത്തുകയാണ്. എന്ത്? ലക്ഷങ്ങളുടെ പടക്കം മേടിച്ച് പൊട്ടിക്കും, കോഴിയും പോത്തും ഒക്കെ കൂട്ടി
നല്ല ശാപ്പാട് തിന്നും, പുതിയ വസ്ത്രങ്ങൾ മേടിക്കും, അൾത്താരയും പള്ളി അങ്കണവും ഒക്കെ മനോഹരമായി അലങ്കരിക്കും. നോക്കിയേ, ഇവരെങ്ങനെയാ മരിച്ചേ? എങ്ങനെയാ മരിച്ചേ? കോഴി തിന്നിട്ട് മരിച്ചതാണോ? പോത്ത് തിന്ന് മരിച്ചതാണോ? അല്ല. പടക്കം പൊട്ടിച്ച് മരിച്ചതാണോ? അല്ല. പ്രിയപ്പെട്ടവര്, കുന്തത്താൽ കുത്തിയവര്, തലകീഴായി മരിക്കപ്പെട്ടവര്, തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയപ്പെട്ടവര്, ഇങ്ങനെ നീണ്ടുപോകുന്ന സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ടവര്, ഇങ്ങനെ നീണ്ടുപോകുന്ന ഭൂമിയിൽ പരാജയപ്പെട്ട് മരിച്ചവരുടെ ഒരു നിരയ. ഈ ഭൂമിയിൽ പരാജയപ്പെട്ട് മരിച്ചവരെ സ്വർഗം ആഘോഷമാക്കി മാറ്റിയതിൻ്റെ പേരിലാണ് നമ്മുടെ അൾത്താരകൾ ഇന്ന് അത് ആഘോഷമാക്കിയത്. നമ്മളും മരിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചിട്ടുണ്ട്. എന്തേ? നമ്മുടെ ശവകുടീരങ്ങളൊക്കെ പലതും കാക്കയും പൂച്ചയും ഒക്കെ കാഷ്ടിച്ചിട്ട് തീർന്നു പോവുകയാണ്. നമ്മുടെ ശവകുടീരങ്ങളിൽ തൊട്ടിട്ട് ആരും സൗഖ്യപ്പെടുന്നില്ല. കാരണം എന്താ? ഈ ഭൂമിയിൽ നമ്മുടെ മരണം ഒരു ആഘോഷമായിരുന്നു, പക്ഷേ സ്വർഗത്തിൽ അത് ആഘോഷമായില്ല. ഭൂമിയിൽ ഒരു ആഘോഷമായി. ഒത്തിരി ബന്ധുക്കൾ വന്നു, ഒത്തിരി ആളുകൾ വന്നു, മെത്രാന്മാർ വന്നു, പുരോഹിതർ വന്നു, സന്യസ്തർ വന്നു, മന്ത്രിമാർ വന്നു. എല്ലാവരും മനോഹരമാക്കി നമ്മുടെ മരണം ആഘോഷമാക്കി മാറ്റി. എന്നാൽ സ്വർഗം അതിനെ ആഘോഷിച്ചില്ല. ഈ പ്രിയപ്പെട്ട വിശുദ്ധ ജന്മങ്ങളൊക്കെ മരിച്ചപ്പോൾ ആരും വന്നില്ല. അൽഫോൻസാമ മരിച്ചപ്പോൾ എത്ര പേരാ വന്നേ? 14-15 പേരാണ്. അവളുടെ കാലിലിട്ട സോക്സ് പോലും മറ്റാരുടെയോ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് അവളുടെ ശവകുടീരങ്ങളെ തേടി ആയിരങ്ങളും 10,000ങ്ങളും കടന്നു വരികയാണ്. അവളുടെ ശവകുടീരത്തിൽ തൊട്ടാൽ അനേകർ സുഖപ്പെടുകയാണ്. മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, വിവാഹങ്ങൾ നടക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു, രോഗങ്ങൾ സൗഖ്യപ്പെടുത്തുന്നു. എന്തേ പ്രിയപ്പെട്ടവരെ? അവളുടെ മരണം സ്വർഗം ആഘോഷമാക്കി മാറ്റി. ഈ ഭൂമിയിൽ അവൾ ഒരു അനുഗ്രഹമായി ജീവിച്ചു തീർത്തു. ദൈവത്തിൻ്റെ പദ്ധതികളോട് അവൾ ആമേൻ പറഞ്ഞു. അതിൻ്റെ ഫലമാണ് അവളുടെ മരണം സ്വർഗം ആഘോഷമാക്കി മാറ്റിയതും അവളുടെ മരണം ഇന്ന് ഭൂമി അത് ആഘോഷമാക്കി മാറ്റാൻ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മരണം സ്വർഗം ആഘോഷമാക്കി മാറ്റണം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മരണം സ്വർഗമാഘോഷമാക്കി മാറ്റണം. അതിനെന്ത് ചെയ്യണം? ഈ പുണ്യങ്ങൾ ജീവിച്ചു തീർക്കണം. ദൈവത്തിൻ്റെ ഹിതത്തോട് ആമേൻ പറയുന്ന നല്ല മനുഷ്യരായി തീരാൻ പരിശ്രമിക്കണം. ഞങ്ങളുടെ സെമിനാരികളിൽ ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അതിന് ഒരു ആപ്തവാക്യമുണ്ട്. അതിൻ്റെ ലക്ഷ്യം ഈ ജയിലറുകളിലൊക്കെ കഴിയുന്നവരെ പോയി കാണുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ വീടുകൾ സന്ദർശിക്കുക, വെള്ളിയാഴ്ചകളിൽ സെമിനാരിയിൽ ഉപവസിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കും. ആ ഭക്ഷണം കഴിക്കാതെ അത് പൊതിച്ചോറുകളായി ടൗണിലൂടെ നടന്ന് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. സെമിനാരി പിള്ളേർ അങ്ങനെ ചെയ്യും. അതിനൊരു ആപ്തവാക്യമുണ്ട്. അതിതാണ്: ബി എ ലവ് ബോം. ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്, നോട്ട് ടു കിൽ അതേഴ്സ് ബട്ട് ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്സ്. എന്താണ്? ബി എ ലവ് ബോം. ഒരു സ്നേഹത്തിൻ്റെ ബോംബായി മാറുക. ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്. അതിനെ പൊട്ടിത്തെറിക്കുവാൻ അനുവദിക്കുക. നോട്ട് ടു കിൽ അതേഴ്സ്. ഈ ഭൂമിയിലെ ആരെയും കൊല്ലുന്ന ലോകത്തിൻ്റെ ബോംബല്ല. ബട്ട് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്സ്. മുറിവേറ്റ അനേകം മനുഷ്യരുടെ ഹൃദയങ്ങളെ മുറിവുണക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ബോംബായി മാറുക. പ്രിയപ്പെട്ട എൻ്റെ ദൈവജനമേ, ഈ ക്രിസ്തു ഈ കാൽവരിയുടെ നെറുകയിൽ ഒരു സ്നേഹത്തിൻ്റെ ബോംബായി പൊട്ടിത്തീർന്നതാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കാരണം. എങ്കിൽ എൻ്റെ കൂടെയുള്ളവർ എന്നോടൊപ്പം ജീവിക്കണമെങ്കിൽ, എൻ്റെ കൂടെയുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ, ഞാനൊരു സ്നേഹത്തിൻ്റെ ബോംബായി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയിൽ പൊട്ടിത്തീരേണ്ടതുണ്ടെന്ന് യേശു മിശിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉണ്ണി മിശിഹായുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിച്ചു, ഇല്ലേ? ഇല്ലേ? എല്ലാ ക്രിസ്തുമസിലും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് എന്താണ്? ഉണ്ണീശോ നമ്മുടെ ഉള്ളിൽ പിറക്കട്ടെ, ഇല്ലേ? അങ്ങനെയാണോ പ്രാർത്ഥിക്കാറ്? പുണ്യം കൊണ്ടൊരു പുൽക്കൂടുണ്ടാക്കാം, നന്മകൾ ചെയ്ത് ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഇടമുണ്ടാക്കാം,
പ്രിയപ്പെട്ടവരെ, ഇനി മുതൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഉണ്ണിമിശിഹ ഓരോ മാമോദീസായിലൂടെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ പിറന്നതാണ്. ഈ ഈശോയെ ഒരു ക്രിസ്മസ് കഴിയുമ്പോൾ നമ്മൾ കൊന്നുകളയും, എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കും അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ ഉണ്ണീശോ എൻ്റെ ഉള്ളിൽ പിറക്കട്ടെ. ഇനി ഈ വർഷം എന്താ ചെയ്യണ്ടേ? പിറന്ന ഉണ്ണി മിശിഹായെ ജീവിക്കാൻ അനുവദിക്കണം. അതിനെന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട, സ്നേഹിക്കുക, ക്ഷമിക്കുക, കരുണ കാണിക്കുക, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. സ്നേഹിക്കുക, ക്ഷമിക്കുക, കരുണ കാണിക്കുക. അപ്പോൾ നീ കുടുംബത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു അനുഗ്രഹമായി മാറും, മറ്റൊരു ക്രിസ്തു സാന്നിധ്യമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ഒരു പുണ്യം ഞങ്ങളിൽ വളരട്ടെ. പിറന്ന ഉണ്ണിയെ ജീവിക്കാൻ അനുവദിക്കുന്ന നല്ല മക്കളാകട്ടെ. പ്രത്യാശയുടെയും നിരന്തരമായ പുണ്യങ്ങളാൽ സ്വർഗത്തെ ശല്യപ്പെടുത്തുന്നതിൻ്റെയും വിശ്വാസം അനുഗ്രഹമാക്കി മാറ്റുന്നതിൻ്റെയും നല്ല ക്രിസ്ത്യാനികളാക്കി ഞങ്ങളെ മാറ്റണമേ. യേശുനാഥ, ഒരു ബോംബായി ലോകത്തിൽ പൊട്ടിത്തീരുവാൻ, സ്വർഗം എൻ്റെ മരണം ഒരു ആഘോഷമാക്കി മാറ്റുവാൻ ദൈവമേ കൃപ നൽകണമേ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ച തിരുവചനങ്ങൾ എനിക്ക് പുതിയ ജീവൻ നൽകട്ടെ. വെറുതെ ഇങ്ങനെ ജീവിച്ചു തീർത്തത് കൊണ്ട് കാര്യമില്ല. വെറുതെ ഒരു അപ്പനായതുകൊണ്ടോ ഒരമ്മയായതുകൊണ്ടോ കാര്യമില്ല. വെറുതെ ഒരു ജീവിത പങ്കാളി ആയതുകൊണ്ടോ മകനായതുകൊണ്ടോ കാര്യമില്ല. ഒരപ്പനിൽ നിന്നും നല്ല അപ്പനിലേക്കുള്ളൊരു ദൂരമുണ്ട്. ഒരമ്മയിൽ നിന്നും നല്ല അമ്മയിലേക്കുള്ളൊരു ദൂരമുണ്ട്. ഒരു മകളിൽ നിന്നും നല്ല മകളിലേക്കും മകനിൽ നിന്നും നല്ല മകനിലേക്കുമുള്ളൊരു ദൂരമുണ്ട്. ഒരു ജീവിത പങ്കാളിയിൽ നിന്നും നല്ല ജീവിത പങ്കാളിയിലേക്കുള്ളൊരു ദൂരമുണ്ട്. ആ ദൂരം ഏതാണ്? മാമോദീസ തൊട്ടിയിൽ നിന്നും തിരുവൽത്താരയിലേക്കുള്ള നിന്റെ വളർച്ചയുടെ ദൂരമാണ് നിന്നെ വെറും ഒരു ആളിൽ നിന്നും നല്ല ഒരു ആളാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മാമോദീസ തൊട്ടിയിൽ നിന്നും ഈ അൾത്താരയിലേക്ക് വളരുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പുണ്യങ്ങളൊക്കെ ജീവിച്ചു തീർക്കുന്ന, ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുന്ന, ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ അനുഗ്രഹമായി തീരുന്ന, ഓർമ്മകളായി തീരുന്ന, അനുസ്മരണങ്ങളായി തീരുന്ന, മരണമാഘോഷമായി തീരുന്ന നല്ല മനുഷ്യരാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പുണ്യങ്ങൾ വളരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ, അനേകർക്ക് ഞാനൊരു അനുഗ്രഹമായി തീരട്ടെ, അനേകർക്ക് ഞാനൊരു ഓർമ്മയായി തീരട്ടെ, അനേകർക്ക് ഞാനൊരു പുണ്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. എന്നെന്നും കൂടെ വാഴുവാൻ കാരുണ്യം തൂകിടണമേ. സത്യമായ വചനമേ, സത്യമാർഗം തെളിക്കണേ. സത്യമായ വചനമേ,